ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. വിനായക ചതുർത്ഥി ദിവസം ഗണേശപ്രീതിക്കായുള്ള പ്രത്യേക പൂജകളും കർമ്മങ്ങളും നടത്തുന്നത് ഉത്തമ ഫലത്തെ നൽകുമെന്നാണ് വിശ്വാസവും അനുഭവവും. ഉത്തരേന്ത്യയിൽ പൊതുവെയും മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും ഗണേശ ചതുർത്ഥി വിപുലമായ സാമൂഹ്യാഘോഷമാണ്. കേരളത്തിലെ നഗരങ്ങളിലും പൊതുവേദികളിൽ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജയും സാമൂഹ്യാരാധനയും ഒടുവിൽ ആഘോഷമായ ജലനിമജ്ജനവും നടക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വിനായക ചതുർത്ഥി വലിയ ജനകീയാഘോഷമായി മാറിയിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് വിഘ്ന നിവാരണത്തിനായി ഗണപതി ഹോമം നടത്താറുണ്ടല്ലോ. അതുപോലെ ഗണേശ ജന്മദിനമായ ചതുർത്ഥിയിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് വിദ്യാതടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിവ ഒഴിവാക്കാൻ നല്ലതാണ്. വിനായക ചതുർത്ഥി ദിവസം ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമാണ്. ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ടാകും. വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദക നിവേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ ഐശ്വര്യം കൂടും. വീടുകളിൽ മോദകം ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബത്തിലുള്ളവർ ഒത്തൊരുമിച്ച് ഭക്ഷിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. ഹേതുർദാശ ദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരത്തിനായി വിനായക ചതുർത്ഥി ദിവസം ഗണേശ പൂജ, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ പരിഹാരമാകും.